മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഘട്ടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. 4 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി 2022 ആരംഭിച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നൽകുന്നതെന്ന് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ മുതലപ്പാറയിൽ ആരംഭിക്കുന്ന എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയുടെ പൂർത്തീകരിച്ച ഒന്നാം ഘട്ടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വാശ്രയ സംഘങ്ങളുടെ ശൃംഖല രൂപീകരിക്കുന്ന പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിൽ നടത്തണമെന്നും ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന്റെ തുടക്കം കാസർഗോഡ് നിന്ന് തന്നെയാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. അതിർത്തി ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഒന്നാമത് പരിഗണനയാണ് സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് നാം ഏവരും ചേർന്ന് ഈ പുനരധിവാസ ഗ്രാമത്തിന്റെ ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ഈ ദിവസം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നത്. ചടങ്ങിൽ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനായി. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ H ദിനേശൻ പദ്ധതി വിശദീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ, EDM KV ശ്രുതി, പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് സ്പെഷ്യൽ സെക്രട്ടറി ഷൈനി ജോർജ് എന്നിവർ വിശിഷ്ടാതിഥികളായി. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ M മനു, അഡ്വക്കേറ്റ് SN സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം PB ഷഫീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞമ്പു നമ്പ്യാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ജനാർദ്ദനൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ E മോഹനൻ, വാർഡ് മെമ്പർ രമേശൻ മുതലപ്പാറ, BK നാരായണൻ, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ, എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ P സുർജിത്ത്, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ VV രമേശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P രാജ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മാതൃകാ പദ്ധതിയായി സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം 4 ഘട്ടങ്ങളിലായാണ് യാഥാർത്ഥ്യമാക്കുന്നത്. 2022 മെയ് മാസത്തിൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പദ്ധതിക്കായി 4,89,52,829 രൂപയുടെ ഭരണാനുമതിയും 4,45,00,000 രൂപയുടെ സാങ്കേതികാനുമതിയും ലഭ്യമാക്കിയിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. ഏകദേശം 58 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് പുനരധിവാസ ഗ്രാമത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത്. 25 ഏക്കർ സ്ഥലവും ഇതിനായി ലഭ്യമാക്കിയിട്ടുണ്ട്. ഹൈഡ്രോതെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഇതിലെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 10-12 പേർക്ക് താമസിക്കുവാൻ കഴിയുന്ന അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൾട്ട്സ് ആണ് രണ്ടാം ഘടകം. ഇത്തരം 10 യൂണിറ്റുകൾ ഉണ്ടാവും. യൂണിറ്റുകളിൽ അടുക്കള, റിക്രിയേഷൻ റൂം, ലൈബ്രറി, വൊക്കേഷണൽ ഫെസിലിറ്റി, പൂന്തോട്ടം, ഫിസിയോതെറാപ്പി സെന്റർ, ജോബ് കോച്ച് സെന്റർ എന്നിവയാണ് ഒരുക്കുക. ഭിന്നശേഷിയുള്ളവർക്ക് പെട്ടെന്നുള്ള താമസ സൗകര്യമാറ്റവും പുതിയ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കവും മോശമായ അവസ്ഥയും ഒഴിവാക്കാനുള്ള ഹാഫ് വേ ഹോംസ് ഫോർ അസിസ്റ്റഡ് ലിവിംഗ് ഫോർ അഡൾട്ട്സ് ആണ് മൂന്നാമത്തെ ഘടകം. സ്വയം ചലിക്കാൻ സാധിക്കാത്തവർക്ക് പ്രത്യേക പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബെഡ് റിഡൻ എന്ന 4ാം ഘടകം നടപ്പിലാക്കുന്നത്. ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാരുടെ പ്രത്യേകതകളും ആവശ്യങ്ങളും കണക്കിലെടുത്താവും പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവൃത്തി വിപുലീകരണം ഉൾപ്പെട്ട 2ാം ഘട്ടം. ഭിന്നശേഷി നേരത്തെ കണ്ടെത്തി ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് സഹായകരമായ ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ ഈ ഘട്ടത്തിൽ കൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.